As per PSC Coaching Center Koyilandy, ഓൺലൈൻ ക്ലാസ് സബ്ജക്റ്റ് കെമിസ്ട്രി തുടരുന്നു. പാർട്ട് 4. നാലാമത്തെ ഭാഗത്ത് പട്ടികയിലേക്കാണ് പോകേണ്ടത്. പക്ഷേ നമ്മൾ PSC പരീക്ഷയിൽ നോക്കിയാൽ ആവർത്തന പട്ടിക തുടങ്ങുന്നതിന് മുമ്പ് ആവർത്തന പട്ടികയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അടിസ്ഥാന കാര്യങ്ങളുണ്ട്. ആ ഭാഗത്തിന് ഒരുപാട് ചോദ്യം PSC പരീക്ഷയ്ക്ക് വന്നതാണ്. ഇവല്യൂഷൻ ഓഫ് പീരിയോഡിക് ടേബിൾ, അതായത് ആവർത്തന പട്ടിക രൂപീകരിക്കപ്പെട്ടത് എങ്ങനെ, ആവർത്തന പട്ടിക നിർമ്മിക്കപ്പെട്ടതിൻ്റെ ഒരു സാഹചര്യം, അതിലൂടെയാണ് നമ്മൾ ആവർത്തന പട്ടികയിലേക്ക് തുടങ്ങുന്നത്. ശ്രദ്ധിക്കുക, നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പം മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം നമുക്കറിയാം ചെമ്പ് ആണ്. പക്ഷേ മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച മൂലകം സ്വാഭാവികമായിട്ടും ഓക്സിജൻ ആയിരിക്കും. ഇതേപോലെ തന്നെ വേറെ ചില കാര്യങ്ങൾ, ഓക്സിജൻ നമുക്കറിയാം ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ എങ്കിലും അന്തരീക്ഷത്തിൽ ഏറ്റവും കുറവുള്ള രണ്ടാം സ്ഥാനത്ത് വരുന്ന മൂലകമാണ് ഓക്സിജൻ. ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. പക്ഷേ നമുക്ക് ശ്വസിക്കാൻ കൃത്യമായിട്ട് നമുക്ക് ഓക്സിജൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നു. സ്വാഭാവികമായിട്ടും വേറൊരു സംശയം ഇതേപോലെ തന്നെയുണ്ട്. നമ്മുടെ സ്വർണം നിർമ്മിക്കുന്ന പ്രക്രിയ നമ്മളെല്ലാവരും അറിയാം. സ്വർണം നിർമ്മിക്കുന്ന പ്രോസസ്സിൻ്റെ പേര് സയനൈഡ് പ്രോസസ്സ് എന്നാണ്. സയനൈഡ് പ്രോസസ്സിനകത്ത് നമ്മൾ ബിസ്മിത്ത് ഔറേറ്റ് എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ടിൽ നിന്നാണ് സ്വർണം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സിൻ്റെ പേരാണ് സയനൈഡ് പ്രോസസ്സ് എന്ന്. സയനൈഡ് പ്രോസസ്സ് ഉപയോഗിച്ചിട്ടല്ലാതെ സ്വർണം എക്സ്ട്രാക്ട് ചെയ്യാനുള്ള മറ്റൊരു വിദ്യയും നമുക്കൊന്നും അറിയുകയില്ല. പക്ഷേ നമുക്ക് പുരാതനത്തിലും നമ്മുടെ ഇതിഹാസങ്ങളിലും നമ്മുടെ ചരിത്രത്തിലൊക്കെ രാജാക്കന്മാരൊക്കെ സ്വർണം ഉപയോഗിച്ചതായിട്ട് നമുക്കറിയാം. സ്വർണം ഉപയോഗിച്ചിട്ടുള്ള രാജാക്കന്മാരെ പറ്റിയും ഇതിഹാസത്തിലെ ദൈവങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വർണം ഉണ്ടാക്കാനുള്ള ഏക പ്രോസസ്സ് നമുക്കറിയാം സയനൈഡ് പ്രോസസ്സ് മാത്രമാണ്. അത് ഈ 19-ാം നൂറ്റാണ്ടിലാണ് കണ്ടുപിടിച്ചത്. നമ്മുടെ പുരാണത്തിലോ ഇതിഹാസത്തിലൊന്നും എവിടെയും സയനൈഡ് പ്രോസസ്സിനെ പറ്റി പരാമർശിക്കുന്നില്ല. പക്ഷേ അവിടെയൊക്കെ സ്വർണം ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം വരും, എങ്ങനെയാണ് നമുക്ക് ആ സ്വർണം ആ കാലത്ത് ഉപയോഗിച്ചത്? സയനൈഡ് പ്രോസസ്സ് അവർക്ക് അറിയില്ലായിരുന്നല്ലോ ഉള്ള കാര്യം. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ രണ്ടിൻ്റെയും ഉത്തരം ഒന്ന് തന്നെയാണ്. എങ്ങനെ നമുക്ക് ഓക്സിജൻ കൃത്യമായിട്ട് അന്തരീക്ഷത്തിൽ വിവിധ വാതകങ്ങളിൽ നിന്ന് ഓക്സിജൻ കൃത്യമായിട്ട് ശ്വസിക്കാൻ പറ്റുന്നു? എങ്ങനെ നമുക്ക് പ്രാചീന കാലങ്ങളിൽ നമ്മൾ സ്വർണ്ണം ഉപയോഗിച്ചിരുന്നു? ബിസ്മത്ത് ഔറേറ്റിനെ ഇലക്ട്രോളിസിസ് ചെയ്തിട്ടല്ലല്ലോ അവർ സ്വർണ്ണം എടുത്തത്. ഈ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് തന്നെയാണ്. കാരണം മനുഷ്യനുണ്ടായ കാലം മുതലേ പ്രകൃതിയിൽ സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെട്ട എല്ലാ മൂലകങ്ങളും മനുഷ്യന് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് പ്രകൃതിയിലുള്ള നാച്ചുറൽ എലമെൻറ്റ്സ് എന്ന വാക്കല്ല ഞാൻ ഉപയോഗിച്ചത്. പ്രകൃതിയിൽ സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെട്ട മൂലകങ്ങളെല്ലാം, നമ്മുടെ 90 നാച്ചുറൽ എലമെൻറ്റ്സ് ഉള്ളതിൽ 90 സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്നതല്ല. സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന മൂലകങ്ങളല്ലാത്ത എല്ലാ മൂലകങ്ങളും മനുഷ്യൻ പരീക്ഷണശാലയിൽ ഉണ്ടാക്കിയതാണ്. പറയുന്ന പോയിന്റുകൾ ശരിക്കും ശ്രദ്ധിക്കുക. മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം നമുക്കറിയാം ചെമ്പാണ്. ചെമ്പ് പ്രകൃതിയിൽ സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ഒരു മൂലകമായിരുന്നു, ഒരു ലോഹമായിരുന്നു. അതുകൊണ്ട് മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റി. സ്വതന്ത്ര രൂപത്തിൽ പ്രകൃതിയിൽ കാണപ്പെടുന്ന മൂലകങ്ങളല്ലാത്ത എല്ലാ മൂലകങ്ങളും മനുഷ്യൻ പരീക്ഷണശാലയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ മനുഷ്യൻ പരീക്ഷണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ മൂലകം ഏതാണ് എന്നൊരു ചോദ്യം ഉണ്ടാവും. മനുഷ്യൻ പരീക്ഷണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ മൂലകം, ഞാൻ ഉപയോഗിക്കുമ്പോൾ വാക്ക് ശ്രദ്ധിക്കുക, ആദ്യത്തെ കൃത്രിമ മൂലകം ഏത് എന്നല്ല എൻ്റെ ചോദ്യം. കൃത്രിമ മൂലകം നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ച കൃത്രിമ മൂലകം ടെക്നീഷ്യമാണ്. അത് ആർട്ടിഫിഷ്യൽ എലമെൻ്റാണ്. മറ്റേത് നാച്ചുറൽ എലമെൻറ്റ് തന്നെയാണ്, പക്ഷേ സ്വതന്ത്ര രൂപത്തിൽ പ്രകൃതിയിൽ കാണപ്പെടുന്നതല്ല. സ്വതന്ത്ര രൂപത്തിൽ പ്രകൃതിയിൽ കാണപ്പെടുന്ന മൂലകങ്ങളൊന്നും ഉപയോഗിക്കാൻ നമ്മളെ ആരും പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. നാച്ചുറലി തന്നെ മനുഷ്യൻ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വതന്ത്ര രൂപത്തിൽ അല്ലാത്ത മൂലകങ്ങൾ നമ്മൾ ലബോറട്ടറിയിൽ ഉണ്ടാക്കിയതാണ്. മനുഷ്യൻ ആദ്യമായി പരീക്ഷണശാലയിൽ നിർമ്മിച്ച മൂലകം ഫോസ്ഫറസ് ആണ്. ശ്രദ്ധിക്കുക, ഈ ചോദ്യത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ആവർത്തന പട്ടിക എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ ഇത്ര ഡെപ്ത് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ. ഈ വർഷത്തിൻ്റെ പ്രത്യേകത ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിളാണ് 2019. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമാണ്. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായിട്ട് 2019 ആചരിക്കാൻ 2-3 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാണ് 2019 നമ്മൾ അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിക്കുന്നുണ്ട്. അങ്ങനെ ആചരിക്കുന്നത് കൊണ്ട് തന്നെ ആവർത്തന പട്ടികയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് ഈ വർഷം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, 2019 എന്തുകൊണ്ടാണ് ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിക്കുന്നതിനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട 3 കാരണം. നമ്മൾ ആവർത്തന പട്ടിക കണ്ടുപിടിച്ചത്, ഞാൻ അതിലേക്ക് വരുന്നേ ഉള്ളൂ, 1869 മെൻഡലിയേഫ് ആദ്യത്തെ ആവർത്തന പട്ടിക കണ്ടുപിടിച്ചത്. അതിൻ്റെ 150-ാം വാർഷികമാണ് 2019. കാരണം 1. കാരണം 2, IUPAC ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. നമ്മളതിലേക്ക് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ IUPACനെ പറ്റി നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പറഞ്ഞു. അതായത് മൂലകങ്ങൾക്ക് നാമകരണം ചെയ്യപ്പെടുന്നതിന് അധികാരപ്പെടുത്തിയ കെമിസ്ട്രിയിലെ പരമോന്നത സംഘടനയായ IUPAC സ്ഥാപിതമാവുന്നത് 1919. അതിൻ്റെ 100-ാം വാർഷികമാണ്
2019. അതുകൊണ്ടാണ് 2019 അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ ദിനമായി വർഷമായി ആചരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം ശ്രദ്ധിക്കുക, 1649 മനുഷ്യൻ ആദ്യമായി ആദ്യമായി പരീക്ഷണശാലയിൽ ഒരു മൂലകം കണ്ടുപിടിക്കുന്നത് ഫോസ്ഫറസ് ആണ്. ഹാനിൻ ബ്രാൻഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഫോസ്ഫറസ് കണ്ടുപിടിച്ചത്. അത് അത്ര പ്രാധാന്യമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. HANINBRAND ഹാനിൻ ബ്രാൻഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഫോസ്ഫറസ് കണ്ടുപിടിച്ചതിൻ്റെ 350-ാം വാർഷികം കൂടെയാണ് 2019. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് 2019 അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ ഇയറായിട്ട് കാണുന്നത്. അതിലൊന്നാണ് ഫോസ്ഫറസ് കണ്ടുപിടിച്ചതിൻ്റെ 350-ാം വാർഷികം. ഫോസ്ഫറസ് ആണ് പരീക്ഷണശാലയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മൂലകം. IUPAC സ്ഥാപിതമായതിൻ്റെ 100-ാം വാർഷികം, പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചതിൻ്റെ 150-ാം വാർഷികം. ഇത് മൂന്നും വരുന്നത് 2019. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ പരീക്ഷണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ മൂലകം ഫോസ്ഫറസ് ആണ്. അതുവരെ നാച്ചുറൽ എലമെൻറ്റ്സ് മാത്രമേ മനുഷ്യന് പരിചയം ഉണ്ടായിരുന്നുള്ളൂ. ഫോസ്ഫറസ് കണ്ടുപിടിച്ചതോടുകൂടെ പല ശാസ്ത്രജ്ഞന്മാരും പരീക്ഷണശാലയിൽ പുതുതായിട്ട് പല മൂലകങ്ങളും കണ്ടുപിടിക്കാൻ തുടങ്ങി. അതുവരെ നാച്ചുറലി അവൈലബിളായ എലമെൻറ്റ്സ് മാത്രമേ മനുഷ്യന്മാർ ഉപയോഗിച്ചിട്ടുള്ളൂ. ഫോസ്ഫറസ് കണ്ടുപിടിച്ചതിനാൽ പല ശാസ്ത്രജ്ഞന്മാരും പല മൂലകങ്ങളും ഇങ്ങനെ തുടർച്ചയായി കണ്ടുപിടിക്കാൻ തുടങ്ങിയതോടുകൂടെ ശാസ്ത്രലോകം നേരിട്ട ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു ഈ മൂലകങ്ങളെ എങ്ങനെ വർഗീകരിക്കാമെന്നുള്ളത്. മൂലകങ്ങളെ അവയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കാനുള്ള എളുപ്പത്തിന് കാറ്റഗറൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം ശാസ്ത്രലോകത്ത് വന്നുപെട്ടു. അതാണ് നമ്മൾ ആവർത്തന പട്ടികയിലേക്ക് വന്നു ചേരുന്നത്. ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിക്കാനുള്ള ശ്രമം നടത്തിയത് 1789 കാലഘട്ടത്തിൽ 1780-81 കാലഘട്ടത്തിൽ നമ്മുടെ ലാവോസിയർ ആയിരുന്നു. ആൻറ്റൺ ലാവോസിയർ ആണ് 1780-81 കാലഘട്ടത്തിൽ മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ. ഞാൻ പറഞ്ഞു വരുന്നത് എന്തിലേക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മൂലകങ്ങളുടെ ഈ കാറ്റഗറൈസേഷനാണ് നമ്മൾ ആവർത്തന പട്ടികയിലെത്തുന്നത്. ആദ്യമായി മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആൻറ്റൺ ലാവോസിയർ ആണ്. അദ്ദേഹം മൂലകങ്ങളെ രണ്ടായിട്ട് വർഗീകരിച്ചു. അങ്ങനെ ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും, മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും, ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലാവോസിയർ. ലാവോസിയറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 1-2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത് ഞാൻ അവിടെ പറയുന്നു, ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി, ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ലാവോസിയറാണ്. നമ്മുടെ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആവർത്തിച്ചതാണ്. കെമിസ്ട്രിയുടെ പിതാവ് റോബർട്ട് ബോയിലാണ്. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് ആൻറ്റൺ ലാവോസിയർ. അദ്ദേഹമാണ് ഓക്സിജൻ, ഹൈഡ്രജൻ എന്നീ 2 മൂലകങ്ങൾക്ക് നാമകരണം ചെയ്യപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതും ലാവോസിയർ ആണ്. ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ലാവോസിയർ ആണ്. പിന്നെ ലാവോസിയറുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട വേറൊരു പോയിൻ്റാണ് മെട്രിക് സിസ്റ്റം ഓഫ് എലമെൻറ്റ്സ്. മൂലകങ്ങളുടെ അളവ് തൂക്ക സമ്പ്രദായം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് എന്ന് ചോദിച്ചാലും ലാവോസിയർ തന്നെയാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മെട്രിക് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞാൽ മൂലകങ്ങളുടെ അളവ് തൂക്ക സമ്പ്രദായം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആവർത്തന പട്ടിക കണ്ടാൽ നിങ്ങൾക്കറിയാം. ഒരു മൂലകത്തിൻ്റെ സിമ്പലിനോട് കൂടെ ആവർത്തന പട്ടികയിൽ ഒരു സെല്ല് നിങ്ങൾ എടുക്കുക. ആ സെല്ലിനകത്ത് മൂലകത്തിൻ്റെ സിമ്പിൾസിന് കൂടാതെ വേറെ പല മെഷർമെൻറ്റുകളും നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് മൂലകങ്ങൾ നമ്മളിപ്പോൾ ഒരു സിങ്ക് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലകം എടുക്കുകയാണെങ്കിൽ ആ മൂലകത്തിൻ്റെ ഒരു സെല്ലിനകത്ത് അതിൻ്റെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും മാത്രമല്ല ഉണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം അതിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് ഉണ്ടാവും, മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടാവും, ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഉണ്ടാവും, അയണൈസേഷൻ സ്പിൻ ഉണ്ടാവും. അതായത് ആ മൂലകമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മെഷർമെൻറ്റുകൾ ആ മൂലകത്തിൻ്റെ പല സൈഡിലും കള്ളിയിൽ എഴുതിയേ കാണാം. ഇതൊക്കെ ആ മൂലകത്തിൻ്റെ മെട്രിക് അളവുകളാണ്, അളവ് തൂക്ക സമ്പ്രദായമാണ്. മൂലകത്തിൻ്റെ ദ്രവണാങ്കം, മൂലകത്തിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്നെല്ലാം പറയുന്നത്. ഇങ്ങനെ മൂലകത്തിൻ്റെ അളവ് തൂക്ക സമ്പ്രദായം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അതും ലാവോസിയറാണ്. ലാവോസിയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വേറെ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ലാവോസിയർ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടമാണ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന കാലഘട്ടമാണ്. ലാവോസിയർ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്കറിയാം ഫ്രാൻസ് ഭരിച്ചിരുന്ന ഏകാധിപതിയായിരുന്നു ലൂയി 16. ഈ ലൂയി 16 ആഭിമുഖ്യം ഉണ്ടായിരുന്ന വ്യക്തിയൊന്നുമല്ല ലാവോസിയർ. പക്ഷേ അദ്ദേഹത്തിന് താല്പര്യമുള്ള ജോലി കെമിസ്ട്രി ആയിരുന്നെങ്കിലും ഒരു ഉപജീവന മാർഗ്ഗമെന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്തിരുന്ന തൊഴിൽ ലൂയി 16 കീഴിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ലാവോസിയർ. 1789 ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായി വിപ്ലവകാരികൾ ലൂയി 16 ശിരച്ഛേദം ചെയ്ത് കൊല്ലുകയാണ്. അതിൻ്റെ ചേർന്ന് പറയപ്പെടുന്നത് ലാവോസിയറോട് അസൂയുണ്ടായിരുന്ന മെരെ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ചെയ്തു എന്നാണ്. ലാവോസിയറേയും ലൂയി 16 അനുയായിയായി മുദ്രകുത്തി ലാവോസിയറേയും വധിക്കുകയാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായി വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാലും ലാവോസിയറാണ്. അപ്പോൾ ലാവോസിയറെ പറ്റി നമ്മൾ പറഞ്ഞു വന്നത് മൂലകങ്ങളെപ്പറ്റി വർഗീകരിക്കേണ്ട ഒരു ആവശ്യകതയിലേക്കാണ്. പുതിയ മൂലകങ്ങൾ കണ്ടുപിടിച്ചതോടുകൂടെ മൂലകങ്ങളെ കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യം വന്നു. ആദ്യമായി മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലാവോസിയർ. ലാവോസിയറുടെ പോയിൻറ്റ്സ് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ആദ്യമായി മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ, മൂലകങ്ങളെ രണ്ടായി അദ്ദേഹം വർഗീകരിച്ചു, ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും. ഓക്സിജൻ, ഹൈഡ്രജൻ
എന്നീ മൂലകങ്ങൾക്ക് പേര് കൊടുത്ത ശാസ്ത്രജ്ഞൻ ലാവോസിയറാണ്. ഇന്ന് നമുക്കറിയാം മൂലകങ്ങൾക്ക് പേര് കൊടുക്കേണ്ടത് IUPAC ആണ്. IUPAC ഉണ്ടാകുന്നത് 1919 അതിനു മുമ്പ് പല ശാസ്ത്രജ്ഞന്മാരും മൂലകങ്ങൾക്ക് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്സിജൻ, ഹൈഡ്രജൻ എന്നീ 2 മൂലകങ്ങൾക്ക് പേര് കൊടുത്ത ലാവോസിയറാണ്. മൂലകങ്ങളുടെ അളവ് തൂക്ക സമ്പ്രദായം മെട്രിക് സിസ്റ്റം ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിച്ചത് ലാവോസിയറാണ്. ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണ് ചോദിച്ചാലും അതും ആൻഡൽ ലാവോസിയറാണ്. ഓക്കെ, അപ്പോൾ മൂലകങ്ങളെ ആദ്യമായിട്ട് ലാവോസിയറാണ് കാറ്റഗറൈസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. 2ആയിട്ടാണ് തരംതിരിച്ചത്, ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും. പക്ഷേ ഈ ക്ലാസിഫിക്കേഷന് വലിയൊരു പോരായ്മ ഉണ്ടായിരുന്നു. കാരണം ഇത് രണ്ടും അല്ലാത്ത മൂന്നാമതൊരു വിഭാഗം എലമെൻറ്റ്സ് ഉണ്ട്. ലോഹങ്ങളും അലോഹങ്ങളും അല്ലാത്തതാണ് മെറ്റലോയിഡുകൾ അല്ലെങ്കിൽ ഉപലോഹം എന്ന് പറയും. ജർമേനിയം, സിലിക്കൺ പോലുള്ള മൂലകങ്ങൾ ലോഹമാണോ ചോദിച്ചാൽ ലോഹമല്ല, അലോഹമാണോ എന്ന് ചോദിച്ചാൽ അലോഹമല്ല. ഇത് രണ്ടും അല്ലാത്ത മൂന്നാമതൊരു ക്ലാസിഫിക്കേഷനാണ് ഉപലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റലോയിഡുകൾ. ഇദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനകത്ത് മെറ്റലോയിഡുകൾ വന്നില്ല. അദ്ദേഹം 2ആയിട്ടേ വർഗ്ഗീകരിച്ചിട്ടുള്ളൂ, ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും. അതുകൊണ്ട് തന്നെ കാലക്രമേണ നമുക്ക് ലാവോസിയറുടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഒഴിവാക്കേണ്ടി വന്നു. പിന്നെ അടുത്ത കാറ്റഗറൈസേഷൻ വരുന്നത് 1816 മൂലകങ്ങളെ അടുത്തതായിട്ട് വർഗ്ഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ഡോബറൈനർ. അദ്ദേഹത്തിൻ്റെ വർഗ്ഗീകരണം അറിയപ്പെട്ടിരുന്ന പേരാണ് ലോ ഓഫ് ട്രയാഡ്സ്. 2016 നവംബർ മാസം നടന്ന ബീവറേജ് അസിസ്റ്റൻ്റ് പരീക്ഷ ചോദിച്ചൊരു ചോദ്യമാണിത്. അദ്ദേഹം ശ്രദ്ധിക്കുക, ആ പരീക്ഷ മലയാളത്തിലായിരുന്നു. മലയാളത്തിൽ ഈ ചോദ്യത്തിന് ലോ ഓഫ് ട്രയാഡ്സ് എന്നല്ല ചോദിച്ചത്, ആ ചോദ്യം മലയാളീകരിച്ചാണ് ചോദിച്ചത്. ത്രിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് എന്നാണ് ചോദിച്ചത്. ലോ ഓഫ് ട്രയാഡിൻ്റെ മലയാളമാണ് ത്രിക സിദ്ധാന്തം. ബീവറേജ് അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ ലോ ഓഫ് ട്രയാഡ്സ് അല്ലെങ്കിൽ ത്രിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഡോബറൈനറാണ്. ഡോബർനിയർ എന്നും ഡോബറൈനർ എന്നും പ്രൊനൗൺസ് ചെയ്യും. എന്താണ് ത്രികങ്ങൾ? ശ്രദ്ധിക്കുക, ആ വാക്കിൽ നിന്ന് തന്നെ അർത്ഥമുണ്ട്. ത്രികം എന്ന വാക്കിൻ്റെ സെറ്റ് ഓഫ് 3, 3 കൂട്ടം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആകുമ്പോഴേക്ക് ഏകദേശം ഒരു 39-40 മൂലകങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ മൂലകങ്ങളൊക്കെ അദ്ദേഹം 3 സെറ്റാക്കി തിരിച്ചു. 3 സെറ്റ് ആയതുകൊണ്ടാണ് ട്രയാഡ് അല്ലെങ്കിൽ ത്രികങ്ങൾ എന്ന് പറയുന്നത്. ഈ ട്രയാഡുകളുടെ പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം ഒരു ട്രയാഡാണ്. കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം എന്നതൊരു ട്രയാഡാണ്. ഈ ട്രയാഡിലെ 1ാമത്തെ മൂലകമായ കാൽസ്യവും 3ാമത്തെ മൂലകമായ ബേരിയവും തമ്മിലുള്ള ഏത് കെമിക്കൽ പ്രോപ്പർട്ടി എടുത്താലും 1ാമത്തെ മൂലകത്തിൻ്റെയും 3ാമത്തെ മൂലകത്തിൻ്റെയും ആവറേജ് ആയിരിക്കും 2ാമത്തെ മൂലകം. അതായത് ബോയിലിംഗ് പോയിൻറ്റോ ഫ്രീസിംഗ് പോയിൻറ്റോ മെൽറ്റിംഗ് പോയിൻറ്റോ അയണൈസേഷൻ എനർജിയോ എന്ത് കെമിക്കൽ പ്രോപ്പർട്ടി എടുത്താലും ദാറ്റ് ഓഫ് കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയമാണ്. കാൽസ്യത്തിൻ്റെയും ബേരിയത്തിൻ്റെയും ആവറേജ് ആയിരിക്കും സ്ട്രോൺഷ്യം. അതായത് കാൽസ്യത്തിൻ്റെ വാല്യൂ പ്ലസ് ബേരിയത്തിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ സ്ട്രോൺഷ്യത്തിൻ്റെ വാല്യൂ ആയിരിക്കും എന്ത് കെമിക്കൽ പ്രോപ്പർട്ടി എടുത്താലും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രയാഡുകൾ എന്ന് വിളിച്ചത്. 3 മൂലകം ഉണ്ടാവും. അതിൽ 1ാമത്തെ മൂലകത്തിൻ്റെയും 3ാമത്തെ മൂലകത്തിൻ്റെയും ആവറേജ് ആയിരിക്കും ഏത് കെമിക്കൽ പ്രോപ്പർട്ടി എടുത്താലും 2ാമത്തെ മൂലകം. ഇങ്ങനെ 3 സെറ്റാക്കി തിരിച്ചുകൊണ്ടാണ് അതിനെ ട്രയാഡുകൾ എന്ന് വിളിച്ചത്. പക്ഷേ ഇതും നമുക്ക് പിൻവലിക്കേണ്ടി വന്നു, ഇത് ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം എല്ലാ മൂലകങ്ങൾക്കും ട്രയാഡുകൾ ഉണ്ടാക്കാൻ ഡോബർനിയർക്ക് പറ്റിയില്ല. 2ാമത്തെ കാരണം, ഒരു ട്രയാഡിനുള്ളിൽ മാത്രമേ ഈ ലോ മാറ്റർ ആവുന്നുള്ളൂ. ഉദാഹരണത്തിന് കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം ഒരു ട്രയാഡാണെങ്കിൽ കാൽസ്യത്തിൻ്റെയും ബേരിയത്തിൻ്റെ ആവറേജാണ് സ്ട്രോൺഷ്യം. ഇത് കൂടാതെ മറ്റൊരു ട്രയാഡ് നമ്മൾ എടുത്താൽ റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം ഒരു ട്രയാഡാണ്. റുബീഡിയത്തിൻ്റെ ഫ്രാൻഷ്യത്തിൻ്റെ ആവറേജ് ആയിരിക്കും സീസിയം. പക്ഷെ എന്താണ്, ഈ 2 ഡിഫറൻറ്റ് ട്രയാഡുകൾ തമ്മിൽ യാതൊരു കോറിലേഷനും പറയാനും ഡോബർനിയർക്ക് പറ്റിയില്ല. ഡോബർനിയറുടെ ട്രയാഡ്സ് തിയറി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സെറ്റ് ഓഫ് 3 എലമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് എലമെൻറ്റിൻ്റെയും തേർഡ് എലമെൻറ്റിൻ്റെയും ആവറേജ് ആയിരിക്കും സെക്കൻഡ് എലമെൻറ്റ് ഏത് കെമിക്കൽ പ്രോപ്പർട്ടി എടുത്താലും. അതാണ് അതിൻ്റെ തിയറിയുടെ അടിസ്ഥാനം. സെറ്റ് ഓഫ് 3 ആയതുകൊണ്ടാണ് ട്രയാഡുകൾ എന്ന് വിളിക്കുന്നത്. പക്ഷേ 2 വ്യത്യസ്ത ട്രയാഡുകൾ തമ്മിൽ ഒരു കണക്ഷനും പറയാൻ ഡോബർനിയർക്ക് പറ്റിയില്ല. അങ്ങനെ കാലക്രമേണ നമ്മൾ ആ ക്ലാസിഫിക്കേഷനും ഒഴിവാക്കി. തുടർന്ന് അടുത്ത ക്ലാസിഫിക്കേഷൻ ചെറിയ ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്. നമുക്ക് PSCക്ക് വേണ്ട കാര്യം മതി. ഈ ഭാഗം ഇത്രയെങ്കിലും ഡീറ്റെയിൽഡായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ 2019 എന്ന് പറഞ്ഞാൽ ഞാൻ ആവർത്തിക്കുന്നു, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിളാണ്. അതുകൊണ്ട് പീരിയോഡിക് ടേബിളായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾക്ക് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണ്. അടുത്ത ക്ലാസിഫിക്കേഷൻ 862 അധികം ആർക്കും കേട്ട് പരിചയം ഉണ്ടാവില്ല, PSCയിലൊന്നും വന്നിട്ടില്ല. ഈ ഒരു പ്രാധാന്യമുള്ളത് കൊണ്ട് മാത്രമാണ് പറയുന്നത്. ആ ക്ലാസിഫിക്കേഷൻ്റെ പേരാണ് ടെല്യൂറിക് ഹെലിക്സ് പീരിയോഡിക് ടേബിൾ, അല്ലെങ്കിൽ അതിനെ സ്ക്രൂ പീരിയോഡിക് ടേബിൾ എന്നും പറയുന്നുണ്ട്. ടെല്യൂറിക് ഹെലിക്സ് പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ സ്ക്രൂ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ ചാൻ കുർട്ടോയിസ് ആണ്. അലക്സാണ്ടർ ചാൻ കുർട്ടോയിസ്. അദ്ദേഹത്തിൻ്റെ ആവർത്തന പട്ടിക അറിയപ്പെടുന്ന പേരാണ് ടെല്യൂറിക് ഹെലിക്സ്. അതിൻ്റെ ഒഫീഷ്യൽ നെയിമാണ് സ്ക്രൂ പീരിയോഡിക് ടേബിൾ. എന്താണ് ഇതിന് സ്ക്രൂ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നതിന് പറഞ്ഞാൽ, ഇതാണ് കുർട്ടോയിസിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മാതൃക.
അദ്ദേഹം മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. കുർട്ടോയ്സിൻ്റെ പീരിയോഡ് ടേബിൾ PSCക്ക് ഒന്നും ഇതുവരെ വന്നതല്ല, ഈ വർഷത്തിൻ്റെ പ്രത്യേകത കൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. ആ പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് മാസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതേപോലെയാണ്. അദ്ദേഹം ഒരു ക്യൂബ് പോലെയാണ് ഒരു സിസ്റ്റം ഉണ്ടാക്കി. ഒരു സ്ക്രൂ പോലെ, നമ്മൾ സ്ക്രൂവിൻ്റെ അറ്റം നിങ്ങൾ കണ്ടിട്ടില്ലേ, പിരിയൻ ഗോവണിമാർ ഇങ്ങനെ കീറി അറ്റത്തേക്ക് പോകും. അങ്ങനെ അദ്ദേഹം ഒരു ഡ്രം ഉണ്ടാക്കുകയും ആ ഡ്രമ്മിൽ ഓരോ പൊസിഷൻ കൊടുത്ത്, നിങ്ങൾക്ക് ഇവിടെ കാൽസ്യം കാണാം, താഴെ പൊട്ടാസ്യം കാണാം, മാഗ്നീഷ്യം കാണാം, സോഡിയം കാണാം. ഇങ്ങനെ ഇദ്ദേഹം എഴുതി പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു തിയറി എന്താണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു ലൈന് വരയ്ക്കുന്നതായിട്ട് വിചാരിക്കുക. കാൽസ്യത്തിൻ്റെ അകത്തിന് നേരെ പൊട്ടാസ്യത്തിലേക്ക് വരയ്ക്കാം. പിന്നെ ചുറ്റി പോയിട്ട് നേരെ സിലിക്കണിൽ തൊടാം, അലൂമിനിയത്തിൽ തൊടാം, മാഗ്നീഷ്യത്തിൽ തൊടാം, സോഡിയത്തിൽ തൊടാം. അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ നമ്മളൊരു വരഞ്ഞ് സ്ക്രൂമാരി പോവുകയാണെങ്കിൽ ഒരു സ്ക്രൂവിൽ ഒരേ ഡയറക്ഷനിൽ ഒരു നേർരേഖ വരച്ചാൽ ആ സ്ക്രൂവിൽ തൊടുന്ന മൂലകങ്ങളെല്ലാം ഒരേ സ്വഭാവത്തോടു കൂടിയായിരിക്കും. നിങ്ങൾക്ക് ആ ഡ്രമ്മിനകത്ത് നിങ്ങൾക്കൊരു കുറേ വെർട്ടിക്കൽ ലൈൻസ് കാണാം. അതായത് ഒരു വര കാണാൻ നിങ്ങൾക്ക് അലൂമിനിയത്തിൽ തൊട്ടി നേരെ ബോറോണ് പോകുന്നത്. ബോറോണും അലൂമിനിയം നമുക്കറിയാം ഒരേ ഗ്രൂപ്പിലെ എലമെൻസാണ്, ബോറോൺ അലൂമിനിയം. മനസ്സിലായല്ലോ. മാഗ്നീഷ്യവും കാൽസ്യവും നിങ്ങൾക്ക് ഒരേ ലൈനിൽ കാണാം. ചിത്രം നോക്കിയാൽ ശ്രദ്ധിക്കാം. കാൽസ്യം, മാഗ്നീഷ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രണ്ടാം ഗ്രൂപ്പ് എലമെൻസ് ആണ്. മാഗ്നീഷ്യം, കാൽസ്യം, ബെറീലിയം, മാഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം എന്നെല്ലാം പറഞ്ഞാൽ ഒരേ സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങളാണ് മാഗ്നീഷ്യവും കാൽസ്യം. അത് ഒരേ വരെ കാണാം. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തിയറി ഇതാണ്. മാസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ, ശ്രദ്ധിക്കണേ, മാസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ നമ്മൾ ഒരു സ്ക്രൂ പോലെ ക്രമീകരിച്ചാൽ സ്ക്രൂവിൽ നമ്മളൊരു നേർരേഖയിൽ വരുന്ന മൂലകങ്ങളെല്ലാം സമാന സ്വഭാവം കാണിക്കുന്നതായിരിക്കും. അദ്ദേഹം മൂലകങ്ങളെ ഡിഫൈൻ ചെയ്തത് സ്ക്രൂ എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ആ സ്ക്രൂവിൻ്റെ ഒരു ഡ്രം മോഡലുള്ള ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്ക്രൂ പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്ന പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ചാൻ കുർട്ടോയ്സ് ആണ്. പക്ഷേ ഇതിനും പരിമിതികൾ ഉണ്ടായിരുന്നു. എല്ലാ മൂലകങ്ങൾക്കും ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റിയില്ല. ഈ ഒരേ ലൈനിൽ വരുന്നതിൻ്റെ ഡെഫിനിഷനും അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ പീരിയോഡിക് ടേബിൾ നമ്മൾ വിഡ്രോ ചെയ്തു. 1865 അടുത്ത കൺസെപ്റ്റ് വരുന്നത്. ആ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ജോൺ ന്യൂലാൻഡ്സ്. 1869 നമ്മളിപ്പോൾ കുർട്ടോയ്സിൻ്റെ പീരിയോഡ് ടേബിൾ വരെയാണ് നമ്മൾ പറഞ്ഞത്. ന്യൂലാൻഡ്സിൻ്റെ പീരിയോഡ് നിയമം, അതൊരു പീരിയോഡിക് ടേബിൾ അല്ല, അറിയപ്പെടുന്ന പേരാണ് ലോ ഓഫ് ഒക്ടേവ്സ്. മലയാളത്തിൽ അഷ്ടക സിദ്ധാന്തം എന്ന് പറയും. ശ്രദ്ധിക്കുക, മലയാളത്തിലുള്ള പരീക്ഷകൾ ഒക്ടേവ്സിനൊക്കെ മലയാളമുണ്ട്. അഷ്ടക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ജോൺ ന്യൂലാൻഡ്സ് ആണ്. ഓക്കെ, എന്താണ് ന്യൂലാൻഡ്സിൻ്റെ അഷ്ടക സിദ്ധാന്തം? ന്യൂലാൻഡ്സ് എന്താ ചെയ്തത് എന്ന് പറഞ്ഞാൽ, ന്യൂലാൻഡ്സിൻ്റെ കാലാവുമ്പോഴേക്ക് ഏകദേശം 1065 മൂലകങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അന്ന് അവൈലബിളായ മുഴുവൻ മൂലകങ്ങളെയും ന്യൂലാൻഡ്സ് മാസ് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ എഴുതി. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിൻ്റെ തുകയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഈ മാസ് നമ്പറിൻ്റെ അസെൻഡിങ് ഓർഡറിൽ, അതായത് ആരോഹണ ക്രമത്തിൽ അദ്ദേഹം മൂലകങ്ങളെ ക്രമീകരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ക്രമീകരിക്കുമ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്, ഒന്നാമത്തെ മൂലകം എഴുതി, രണ്ടാമത്തെ മൂലകം അതിൻ്റെ വലതുവശത്ത് എഴുതി, മൂന്നാമത്തെ മൂലകം അതിൻ്റെ വലതുവശത്ത് എഴുതി, 5, 6, 7, 8 മൂലകം എഴുതി. 9ാമത്തെ മൂലകം എഴുതാൻ നോക്കിയപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് 9ാമത്തെ മൂലകത്തിന് ഒന്നാമത്തെ മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും ആവർത്തിച്ചു വരുന്നു. അദ്ദേഹം 9ാമത്തെ മൂലകത്തെ 1ാമത്തെ മൂലകത്തിൻ്റെ നേരെ താഴെ എഴുതി. 10ാമത്തെ മൂലകത്തിന് 2ാമത്തെ മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും ആവർത്തിച്ചു വരുന്നു. അദ്ദേഹം 10ാമത്തെ മൂലകത്തെ 2ാമത്തെ മൂലകത്തിൻ്റെ താഴെ എഴുതി. 11ാമത്തെ മൂലകത്തിന് 3ാമത്തെ മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും ആവർത്തിച്ചു വരുന്നു. ചുരുക്കി പറഞ്ഞാൽ 8 മൂലകം കഴിയുമ്പോൾ 9ാമത്തെ മൂലകത്തിന് ആ മൂലകത്തിൻ്റെ തന്നെ സ്വഭാവം ആവർത്തിച്ചു വരും. അപ്പോൾ അദ്ദേഹം ഒരു വലിയ തിയറിയിലെത്തിയത്, മൂലകങ്ങളെ നിങ്ങൾ മാസ് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ എഴുതുകയാണെങ്കിൽ 8 എണ്ണം കഴിയുമ്പം അതിൻ്റെ സ്വഭാവം വീണ്ടും ആവർത്തിച്ചു വരും. അതുകൊണ്ടാണ് 8 എന്ന സംഖ്യയിൽ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ അഷ്ടക സിദ്ധാന്തം അല്ലെങ്കിൽ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. ആ ലോ ഓഫ് ഒക്ടേവ്സ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ന്യൂലാൻഡ്സ്. അദ്ദേഹം മൂലകങ്ങളെ 8 എണ്ണത്തിൻ്റെ സെറ്റാക്കി തിരിച്ചുകൊണ്ട് നമ്മളതിനെ അഷ്ടകം എന്ന് പറയുന്നു. നേരത്തെ ഡോബർ റൈനർ 3 എണ്ണത്തിൻ്റെ സെറ്റായി തിരിച്ചുകൊണ്ടാണ് നമ്മളതിനെ ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ് എന്ന് പറയുന്നത്. ഇവിടെ അഷ്ടകങ്ങൾ അല്ലെങ്കിൽ ഒക്ടേവ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മൂലകങ്ങളെ നമ്മൾ മാസ് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ 8 മൂലകം കഴിയുന്ന സമയത്ത് 9ാമത്തെ മൂലകത്തിൽ അതിൻ്റെ സ്വഭാവം റിപ്പീറ്റ് ചെയ്ത് വരും. ആവർത്തിച്ച് വരുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ ആവർത്തന പട്ടിക കണ്ടുപിടിച്ചിട്ട് ആവർത്തന പട്ടിക എന്ന പേര് വരാൻ കാരണം. ഓക്കെ അല്ലേ? ഇത്രയാണ് നമ്മൾ ന്യൂലാൻഡ്സിൻ്റെ കണ്ടുപിടുത്തം പറയാനുള്ളത്. ലോ ഓഫ് ഒക്ടേവ്സ് അഷ്ടക സിദ്ധാന്തം കണ്ടുപിടിച്ചത് ജോൺ ന്യൂലാൻഡ്സ് ആണ്. ഇതോടുകൂടി മൂലകങ്ങളെ അന്ന് അവൈലബിൾ ആയത് ഏകദേശം 63 മൂലകങ്ങളെ പരസ്പരം കണക്ട് ചെയ്യാനുള്ള തിയറി നമുക്ക് കിട്ടി. 8 എണ്ണം ആവർത്തിച്ച് വരുന്നു. അതുകൊണ്ട് ഇനി വരാൻ പോകുന്നത് ആവർത്തിക്കുന്ന ഒരു രീതിയാണ് വരാൻ പോകുന്നത് എന്ന കൺസെപ്റ്റ് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ശാസ്ത്രജ്ഞന്മാരാണ് പ്രധാനമായിട്ടും ആവർത്തന പട്ടിക ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഒന്നൊരു ജർമ്മൻ ശാസ്ത്രജ്ഞനായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരാണ് ലോതർ മത്തേയർ.
ജൂലിയൻ ലോതർമെയറാണ് ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞൻ. രണ്ടാമത്തെ ആൾ ഒരു റഷ്യൻ ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡിമിത്രി മെൻഡലീഫ്. ഇവർ രണ്ടുപേരുമാണ് ആവർത്തന പട്ടിക ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത്. ആദ്യം ആവർത്തന പട്ടിക ഉണ്ടാക്കിയത് ലോതർമെയറാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ ആദ്യമായിട്ട് അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത് മെൻഡലീഫിനായതുകൊണ്ട് ആദ്യത്തെ ആവർത്തന പട്ടിക കണ്ടുപിടിച്ച ആൾ എന്നറിയപ്പെടുന്നത് ഡിമിത്രി മെൻഡലീഫാണ്. ആവർത്തന പട്ടിക എന്ന വാക്ക് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. സ്വഭാവങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ടാണ് ആവർത്തന പട്ടിക എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ആവർത്തന പട്ടിക കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഡിമിത്രി മെൻഡലീഫാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നു. ഈ ഡിമിത്രി മെൻഡലീഫിനെയാണ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് പറയുന്നത്. ഡിമിത്രി മെൻഡലീഫ് എന്താ ചെയ്തത് എന്ന് പറഞ്ഞാൽ ജോൺ ന്യൂലാൻഡ്സിൻ്റെ അഷ്ടക സിദ്ധാന്തത്തിനെ ടാബുലേറ്റ് ചെയ്യുക മാത്രം അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് തന്നെ ന്യൂലാൻഡ്സിൻ്റെ അഷ്ടക സിദ്ധാന്തത്തിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്താണ്? കൊർട്ടോയ്സിൻ്റെ തിയറിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇവരൊക്കെ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് മാസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ മാസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആരും മൂലകങ്ങളെ ക്രമീകരിച്ചത്? മെൻഡലീഫും അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ ക്രമീകരിച്ചത്. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ ജോൺ ന്യൂലാൻഡ്സിൻ്റെ അഷ്ടക സിദ്ധാന്തത്തിൻ്റെ ടേബുലർ ഫോർമേഷൻ മാത്രമാണ്. അപ്പോൾ ന്യൂലാൻഡ്സ് മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്, ടാബുലേറ്റ് ചെയ്തിരിക്കുന്നത് മാസ് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. അതേ ഓർഡർ തന്നെയാണ് മെൻഡലീഫും ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് ആദ്യത്തെ ആവർത്തന പട്ടിക. അതുകൊണ്ട് അദ്ദേഹത്തെ ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. 1869 ആവർത്തന പട്ടിക കണ്ടുപിടിച്ചത്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡിമിത്രി മെൻഡലീഫാണ്. ഈ 1869 150 വാർഷികമാണ് 2019. അതുകൊണ്ടാണ് 2019 അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? ശരി, ഈ മെൻഡലീഫിൻ്റെ ആവർത്തന പട്ടികയ്ക്ക് വലിയൊരു പോരായ്മ ഉണ്ടായിരുന്നു. മെൻഡലീഫിന് അത് അറിയില്ലായിരുന്നു. മെൻഡലീഫ് ഒരു കാര്യം കൂടെ ചെയ്തു കേട്ടോ. അദ്ദേഹം വെറും ഒരു ടാബ്ലറ്റ് ചെയ്യുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആവർത്തന പട്ടിക കുറേ ഒഴിഞ്ഞ സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ വരാൻ പോകുന്ന മൂലകത്തിന് അദ്ദേഹത്തിന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റി. അതിൻ്റെ ആ മാസ് നമ്പറും അറ്റോമിക് നമ്പറും അതിൻ്റെ മറ്റ് പ്രോപ്പർട്ടീസൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ ഈ ആവർത്തന പട്ടികയ്ക്ക് വലിയൊരു പോരായ്മ ഉണ്ടായിരുന്നു. മെൻഡലീഫിന് അതിനെപ്പറ്റി അറിയില്ല, പക്ഷേ നിങ്ങൾക്കിപ്പോൾ അതിനെപ്പറ്റി അറിയണം. എന്തായിരിക്കും ആവർത്തന പട്ടികയുടെ പോരായ്മ? മെൻഡലീഫിൻ്റെ ആവർത്തന പട്ടിക മൂലകങ്ങളെ ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ, മാസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച് ആവർത്തന പട്ടിക ഉണ്ടാക്കിയുള്ള പ്രശ്നം എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു വാട്ട് ഈസ് ഐസോടോപ്പ്. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങളെയല്ലേ നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ മെൻഡലീഫ് മാസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടിക ഉണ്ടാക്കിയുള്ള കുഴപ്പം എന്താണ്? ഒരേ മൂലകം തന്നെ ഉണ്ടാവും, വ്യത്യസ്ത മാസ് നമ്പറോട് കൂടിയേ. ഇപ്പോൾ കാർബൺ 12 ഉണ്ട്, കാർബൺ 13 ഉണ്ട്, കാർബൺ 14 ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇദ്ദേഹം മാസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടികയിൽ ഉണ്ടാക്കിയാൽ കാർബണിന് എവിടെ കൊടുക്കും? 12 13 14 കൊടുക്കാൻ പറ്റുമോ? എവിടെ വേണേൽ കാർബണിനെ കൊടുക്കാം. കാരണം കാർബണിന് തന്നെ വ്യത്യസ്തമായ 3 മാസ് നമ്പർ ഉണ്ട്. അപ്പോൾ മാസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടിക ഉണ്ടാക്കിയാൽ ശരിയാവുമോ? ശരിയാവില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയാലേ ശരിയാവുള്ളൂ? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, ഒരു മൂലകത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് വിളിക്കുന്നത് അതിൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്, അല്ലെങ്കിൽ പറഞ്ഞാൽ ആറ്റോമിക നമ്പറാണ്. ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടിക ഉണ്ടാക്കിയാലേ അത് ശരിയാവുള്ളൂ. കാരണം ഒരു മൂലകത്തിനെ സംബന്ധിച്ചിടത്തോളം യുണീക്കായിട്ടുള്ളത് ആറ്റോമിക നമ്പർ മാത്രമേ ഉള്ളൂ. മാസ് നമ്പർ വേരി ചെയ്തോളും, കാരണം ഐസോടോപ്പുകളുണ്ട്. അപ്പോൾ മെൻഡലീഫിൻ്റെ ആവർത്തന പട്ടികയുടെ ഏറ്റവും വലിയ പോരായ്മ അതിന് ഐസോടോപ്പുകൾ ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു. കാരണം ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മാസ് നമ്പർ ആയിരിക്കും. മാസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടിക ഉണ്ടാക്കിയാലും വ്യത്യസ്ത മാസ് നമ്പറുകൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെ കാലക്രമേണ നമുക്ക് മെൻഡലീഫിൻ്റെ ആവർത്തന പട്ടികയും ഒഴിവാക്കേണ്ടി വന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടിക ഉണ്ടാക്കിയാലേ ശരിയാവുമെന്നാണ് ഞാൻ പറഞ്ഞത്? ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ. കാരണം അത് മാത്രമേ ഉള്ളൂ ഒരു ആറ്റത്തിനെ സംബന്ധിച്ച് യുണീക്കായിട്ടുള്ളത്. അങ്ങനെ 1913 ഒരു ശാസ്ത്രജ്ഞൻ ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടിക ഉണ്ടാക്കുന്നത്. അതിനെയാണ് ആധുനിക ആവർത്തന പട്ടിക എന്ന് പറയുന്നത്. ആ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ഹെൻറി മോസ്ലി. ഇതിനിടയിൽ ഒരു കാര്യം ചോദ്യം വരുന്നതാണ് PSCയിൽ. അതായത് ഞാൻ പറഞ്ഞു മെൻഡലീഫാണ് മാസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടിക ഉണ്ടാക്കിയത്. ആ സമയത്ത് മെൻഡലീഫിൻ്റെ കൂടെ കോമ്പറ്റീഷനായിട്ടൊരു ജർമ്മൻ ശാസ്ത്രജ്ഞനോട് ഉണ്ടായിരുന്നു ലോതർമെയർ. അദ്ദേഹം പക്ഷേ മാസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല ആവർത്തന പട്ടിക ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ ആവർത്തന പട്ടികയ്ക്ക് അംഗീകാരം കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു മെൻഡലീഫിൻ്റെ ആവർത്തന പട്ടികയ്ക്കാണ് അംഗീകാരം കിട്ടിയത്. ലോതർമെയർ ആവർത്തന പട്ടിക ഉണ്ടാക്കിയത് ആറ്റോമിക് വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചോദ്യം ശ്രദ്ധിക്കുക, ആറ്റോമിക വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അറ്റോമിക് വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടിക ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ ലോതർമെയറാണ്. ആദ്യത്തെ ആവർത്തന പട്ടിക ഉണ്ടാക്കിയത് മെൻഡലീഫാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് പറയുന്നു. അദ്ദേഹം ആവർത്തന പട്ടിക ഉണ്ടാക്കിയത് മാസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ആറ്റോമിക വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടിക ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞനാണ് ലോതർമെയർ. പക്ഷേ ഇത് രണ്ടും ശരിയായില്ല. ആവർത്തന പട്ടിക ശരിയാവണമെങ്കിൽ അത് ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയാലേ ശരിയാവുള്ളൂ.
കാരണം അതാണ് ഒരു ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം യുണീക്ക് ആയിട്ടുള്ളത്. 1913 ഹെൻറി മോസ്ലി എന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ആവർത്തന പട്ടിക ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയത്. ആ ആവർത്തന പട്ടികയാണ് നമ്മൾ ഇന്ന് കാണുന്ന ആവർത്തന പട്ടിക. നമ്മളതിന് പറയുന്ന പേരാണ് ആധുനിക ആവർത്തന പട്ടിക. ഇതാണ് നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക ആവർത്തന പട്ടിക. ഈ ആധുനിക ആവർത്തന പട്ടിക ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞനാണ് ഞാൻ പറഞ്ഞത് ഹെൻറി മോസ്ലിയാണ് ആധുനിക ആവർത്തന പട്ടിക ഉണ്ടാക്കിയ സയൻറ്റിസ്റ്റ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനും ഹെൻറി മോസ്ലി തന്നെയാണ്. ഓക്കെ, അദ്ദേഹത്തിനെ ശ്രദ്ധിക്കുക. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്ന ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആദ്യത്തെ ആവർത്തന പട്ടികയിൽ, അതായത് മെൻഡലിയഫിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് മാസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള കാരണം ഈ വർഷത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത്യാവശ്യം ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, ഇത്രയും പോയിന്റുകൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആവർത്തന പട്ടിക പഠിച്ചേ പറ്റുള്ളൂ. ഇത്രയാണ് നമുക്ക് കെമിസ്ട്രിയുടെ 4ാമത്തെ പാർട്ടിൽ പറയാനുള്ളത്. 5ാമത്തെ പാർട്ടുമായിട്ട് വീണ്ടും കാണാം. താങ്ക്